നടിയാക്രമിച്ച കേസിൽ പ്രതി പൾസർ സുനിക്ക് ജാമ്യം. മാധ്യമങ്ങളോട് സംസാരിക്കരുത്, 1 ലക്ഷം രൂപ ബോണ്ട് തുടങ്ങി കർശന വ്യവസ്ഥകളോടുകൂടിയാണ് ജാമ്യം നൽകുന്നത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. എല്ലാ മാസവും 10-ന് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ പ്രതിയുടെ പെരുമാറ്റം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് വിചാരണ കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ 7.5 വർഷത്തിന് ശേഷമാണ് ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത്. അതും സുപ്രീം കോടതി നിർദ്ദേശാനുസരണം. വ്യവസ്ഥകൾ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ ഭാഗം കേട്ട ശേഷം വിചാരണ കോടതി പൾസർ സുനിക്ക് ജാമ്യം നൽകണമെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. ഈ ഉത്തരവാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടപ്പാക്കിയത്. മാധ്യമങ്ങളോട് സംസാരിക്കരുത്, മറ്റു പ്രതികളോട് സമ്പർക്കം പുലർത്തരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, 1 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ആൾ ജാമ്യവ്യവസ്ഥ, അനുമതി കൂടാതെ വിചാരണ കോടതി പരിധി വിട്ടു പോകരുത്, 1 സിം മാത്രമേ ഉപയോഗിക്കാവൂ, ഫോൺ നമ്പർ കോടതിയിൽ നൽകണം തുടങ്ങി കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം. എല്ലാ മാസവും 10-ാം തീയതി പ്രതിയുടെ പെരുമാറ്റം സംബന്ധിച്ച് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ കോടതിയിൽ റിപ്പോർട്ട് നൽകണം. പൾസർ സുനിയുടെ സുരക്ഷ ജില്ലാ റൂറൽ SP ഉറപ്പാക്കണമെന്നും വിചാരണ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സുനിയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കണക്കിലെടുത്താണിത്. സുനിയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസിനു മുന്നിൽ നിശ്ചിത സമയത്ത് ഹാജരാകണമെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ ഈ ആവശ്യം കോടതി പൂർണ്ണമായും അംഗീകരിച്ചില്ല. മറിച്ച് സുരക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമെന്നായിരുന്നു ജഡ്ജിയുടെ മറുപടി. 2017 ഫെബ്രുവരി 17-നാണ് നടിയുടെ കാർ അപകടത്തിൽപ്പെടുത്തിയതിനു ശേഷം പൾസർ സുനിയും സംഘവും അവരെ ആക്രമിച്ചത്. ഫെബ്രുവരി 23-ന് കോടതിയിൽ കീഴടങ്ങാനെത്തിയ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേസിലെ മുഴുവൻ പ്രതികൾക്കും ജാമ്യം ലഭിച്ച സാഹചര്യവും വിചാരണ നീണ്ടുപോകുന്നതും 7.5 വർഷത്തോളം ജയിലിൽ കിടന്നുവെന്നതുമടക്കം പരിഗണിച്ചായിരുന്നു ജാമ്യം നൽകണമെന്ന സുപ്രീം കോടതി ഉത്തരവ്. ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്ന കേസിലും സുനിക്ക് ജാമ്യം ലഭിച്ചതോടെയാണ് ജയിൽ മോചനം സാധ്യമാകുന്നത്. ജനം, കൊച്ചി.